വാർത്തകൾ തുടരുന്നു. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുക്കൽ തുടരുന്നു. മൊഴിയെടുക്കുന്നത് ദേവസ്വം വിജിലൻസ്. ലഭിച്ചത് ചെമ്പുപാളി തന്നെയെന്ന് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി. ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്തും. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. കുട്ടിയുടെ കയ്യിൽ പഴുപ്പ് വന്നതിനും രക്തയോട്ടം നിലച്ചതിനും ഉത്തരമില്ല. ഓഗസ്റ്റ് 24-ന് ആശുപത്രിയിൽ എത്തുമ്പോൾ രക്തയോട്ടം ഉണ്ടായിരുന്നു. 30-ന് വീണ്ടും വന്നപ്പോൾ രക്തയോട്ടം നിലച്ചിരുന്നു. കുട്ടിക്ക് മതിയായ ചികിത്സ ലഭിച്ചുവെന്നും റിപ്പോർട്ടിൽ. ചികിത്സയിൽ പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് പാലക്കാട് DMO. പ്രതികരണം അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ. കാസർഗോഡ് കുമ്പള സ്കൂളിലെ പലസ്തീൻ അനുകൂല മൂകാഭിനയം നാളെ അവതരിപ്പിക്കും. കഴിഞ്ഞ ദിവസം അധ്യാപകൻ മൂകാഭിനയം തടഞ്ഞിരുന്നു. ആരോപണ വിധേയരായ 2 അധ്യാപകരെയും മാറ്റി നിർത്തും. വിവാദത്തെ തുടർന്ന് നിർത്തിവെച്ച കലോത്സവം നാളെ തുടങ്ങും. കാസർഗോഡ് യുവ അഭിഭാഷക ജീവനൊടുക്കിയ സംഭവത്തിൽ സുഹൃത്ത് കസ്റ്റഡിയിൽ. അഭിഭാഷകനെ പിടികൂടിയത് തിരുവനന്തപുരത്ത് നിന്നും. CPIM ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ രഞ്ജിത ജീവനൊടുക്കിയത് സെപ്റ്റംബർ 30-ന്. ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരണപ്പെടുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. സംസ്ഥാനങ്ങൾ നിരീക്ഷണം ശക്തമാക്കണം. നിരീക്ഷണഫലം സമയബന്ധിതമായി റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശം കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി വിളിച്ച യോഗത്തിൽ. കേരള ഭാഗ്യക്കുറിയുടെ ഓണം ബമ്പർ അടിച്ചത് കൊച്ചി നെട്ടൂർ സ്വദേശിയായ സ്ത്രീക്കെന്ന് സൂചന. ടിക്കറ്റിന്റെ ഫോട്ടോ തന്നെ കാണിച്ചെന്ന് ഏജന്റിന്റെ സുഹൃത്ത് സലാം. ഇന്നലെ കടയിൽ എത്തിയിരുന്നുവെന്നും ആൾക്കൂട്ടം കണ്ടതോടെ മടങ്ങിയെന്നും സലാം. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിൽ പ്രകാശ് രാജ് ജൂറി ചെയർമാൻ. രഞ്ജൻ പ്രമോദും ജിബു ജേക്കബും പ്രഥമ ചെയർമാൻമാരാകും. സ്ക്രീനിംഗ് നാളെ ആരംഭിക്കും. മത്സര രംഗത്തുള്ളത് 128 ചിത്രങ്ങൾ. ബീഹാറിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കിയെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബീഹാറിലെ ജനങ്ങൾ ISRനെ സ്വാഗതം ചെയ്തു. വോട്ടർ പട്ടിക ശുദ്ധീകരണം കമ്മീഷന്റെ കടമയെന്നും ഒഴിവാക്കിയത് അർഹതയില്ലാത്തവരുടെ പേരുകളെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം. ബംഗാളിലെ ഡാർജിലിംഗിലുണ്ടായ മണ്ണിടിച്ചിൽ 18 മരണം. ബാലസൺ നദിക്ക് കുറുകെയുള്ള ഇരുമ്പ് പാലം ഒലിച്ചുപോയി. സിക്കിമിനും ഡാർജിലിംഗിനും ഇടയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പഞ്ചാബ്, UP, ബീഹാർ ജില്ലകളിലും ശക്തമായ മഴ. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ച് TVK. മുൻകൂർ ജാമ്യാപേക്ഷ നൽകി സംസ്ഥാന നേതാക്കളായ ബുസി ആനന്ദും നിർമ്മൽ കുമാറും. നീക്കം മദ്രാസ് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ അതിനിടെ SIT സംഘം കരൂരിലെത്തി.